രാത്രികളിലെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ മൂലം നിങ്ങൾക്ക് ഉറക്കം ഇല്ലാതാവുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ഭയം, നിങ്ങളുടെ കുട്ടികളെ പറ്റിയുള്ള വിഷമം, അതുപോലെ നിങ്ങളുടെ ഓഫീസിലെ ജോലി തിരക്ക്, ആ ടെൻഷന്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോ ചിന്തകൾ ഇങ്ങനെ ഒന്നൊന്നായി മാറി മാറി നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വിഷമം മൂലം ഒരു ഉത്കണ്ഠ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ ഉത്കണ്ഠ മൂലം നിങ്ങൾക്ക് രാത്രികളിൽ ഉറക്കം വരാതിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നമുക്ക് അമിതമായ ഉത്കണ്ഠ ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാമോ? അതായത് നമ്മുടെ ബ്രെയിനിന് മറ്റ് വർക്കുകൾ ഏർപ്പെടുമ്പോൾ ഈ ചിന്തകളെയൊക്കെ സപ്രസ് ചെയ്ത് വെക്കും. പകൽ സമയത്ത് നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവാം. അതുകൊണ്ട് ഈ ചിന്തകൾ അവിടെ ആ സമയത്ത് എല്ലാം സപ്രസ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ രാത്രി കാലങ്ങളിൽ ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് സപ്രസ് ചെയ്യപ്പെട്ട ചിന്തകളെ കൊണ്ടുവരും. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഓവർ തിങ്കിങ് അനുഭവപ്പെടുകയും അതുമൂലം ഒരു ആൻസൈറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ ഉറക്കത്തെ കാര്യമായിട്ട് ബാധിക്കുകയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അഫക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഓവർ തിങ്കിങ് കുറച്ചുകൊണ്ട് നിങ്ങളുടെ ആൻസൈറ്റി കറക്റ്റ് ചെയ്യാൻ ഇന്ന് ഞാനൊരു EFT ടാപ്പിംഗ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഈ EFT ടാപ്പിംഗ്? EFT ടാപ്പിംഗ് സൈക്കോളജിയിൽ ഒരു സപ്പോർട്ടീവ് മെത്തേഡാണ്. നമുക്ക് ആൻസൈറ്റി കുറയ്ക്കുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും ഇത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ EFT ടാപ്പിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ അക്കുപ്രഷർ പോയിന്റിൽ നമ്മുടെ ചില പ്രത്യേക അക്കുപ്രഷർ പോയിന്റ്സിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് അതിനെയാണ് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമും കൂടെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ കുറയ്ക്കുവാനും അതിന്റെ ഉത്പാദനം കുറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഓവർ തിങ്കിങ് കുറച്ചുകൊണ്ട് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് ആ ആൻസൈറ്റിയെ മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കോഗ്നിറ്റീവ് റീഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ ഒരു റീഫ്രെയിം ചെയ്യുകയാണ്, ഒരു പോസിറ്റീവിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കുപ്രഷർ പോയിന്റിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിം വഴിയാണ് ഈ EFT ടാപ്പിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ കുറയ്ക്കാൻ കഴിയും. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ഫൈറ്റ് ഫ്രീസ് ഓഫ് ഫ്ലൈറ്റ് മോഡിൽ നിന്നും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഒരു സേഫ്റ്റി മോഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ഈ ആൻസൈറ്റിയുടെ എത്രമാത്രം അതിന്റെ തീവ്രത ഇന്റൻസിറ്റി ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അതായത് 1 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറഞ്ഞാൽ 10 എന്ന് പറയുന്നത് മാക്സിമം, 1 എന്ന് പറയുന്നത് മിനിമം ആണ്. അപ്പോൾ ആ മെഷർമെന്റ് നിങ്ങൾക്ക് എത്ര നമ്പർ അതിൽ കൊടുക്കാൻ പറ്റും എന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം ഇതിന് നമ്മൾ സുഡ് ലെവൽ എന്ന് പറയും. ആ സുഡ് ലെവൽ ചെക്ക് ചെയ്തതിനു ശേഷം എന്നോടൊപ്പം ഈ ടാപ്പിംഗിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. ആദ്യമായിട്ട് കരാത്തെ ചോപ്പിലാണ് നമ്മൾ ടാപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ പോർഷനാണ് കരാത്തെ ചോപ്പ്. അതിന് 3 പ്രാവശ്യം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയണം. അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടാപ്പിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് ആൻസൈറ്റി ഉണ്ട്, എന്റെ ശരീരത്തിൽ എനിക്ക് ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. വീണ്ടും ഇത് 2 പ്രാവശ്യം കൂടെ പറയുക. അതിനുശേഷം നിങ്ങളുടെ ക്രൗൺ ചക്ര പോയിന്റിൽ ടാപ്പ് ചെയ്യുക. അതിനുവേണ്ടി എനിക്ക് ടെൻഷൻ ഉണ്ട്, എന്റെ ശരീരത്തിൽ എനിക്ക് ആൻസൈറ്റി അനുഭവപ്പെടുന്നുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ ടെൻഷൻ, ഈ ആൻസൈറ്റി ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ട്, എനിക്ക് ആൻസൈറ്റി ഉണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. എനിക്ക് ടെൻഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതിന് ശേഷം അണ്ടർ ആംസിൽ എനിക്ക് ടെൻഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങളെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം ആഴമേറിയ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം ഉള്ളിലേക്ക് റിലീസ് ചെയ്യാം. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാം. ശ്വാസം വെളിയിൽ വിടുന്നത് വായിൽ കൂടെ നിങ്ങൾക്ക് വെളിയിൽ വിടാവുന്നതാണ്. 3 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വായിൽ കൂടെ ശ്വാസം വെളിയിലേക്ക് വിടുക. വീണ്ടും 1 പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യാം. വീണ്ടും. അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ സുഡ് ലെവൽ എത്രയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നോട്ട് ചെയ്യുക. അതായത് ടാപ്പിംഗ് EFT ടാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് എത്രയാണ്, EFT ടാപ്പിംഗ് ചെയ്തതിന് ശേഷം എത്രയാണ് എന്ന് നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ EFT ടാപ്പിംഗ് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് ഉള്ള അഫർമേഷൻ ആണ് നമ്മൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാപ്പിംഗ് തുടങ്ങാം. ഈ സ്റ്റേറ്റ്മെന്റ് കരാത്തെ ചോപ്പിൽ എപ്പോഴും 3 പ്രാവശ്യം നമ്മൾ പറയണം. എനിക്ക് ഓവർ തിങ്കിങ് മൂലം ഭയം ഉണ്ടാവുന്നു. ആ ഭയത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു.
വീണ്ടും പറയാം, എനിക്ക് ഓവർ തിങ്കിങ് മൂലം ഭയം ഉണ്ടാകുന്നു. ആ ഭയത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഓവർ തിങ്കിങ് മൂലമുള്ള ഭയത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ക്രൗൺ ചക്ര പോയിന്റ്. എനിക്ക് ഭയമുണ്ട്, ഓവർ തിങ്കിങ് മൂലം വളരെയധികം വിഷമമുണ്ട്, അതിനെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്നു. ഞാനിപ്പോൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ തയ്യാറാകുന്നു. പ്രസന്റ് മൊമെന്റ് ആണ് ഞാനിപ്പോൾ ഉള്ളത്. അതാണ് എൻ്റെ സേഫ്റ്റി. ഞാൻ എൻ്റെ വേദനയെ സന്തോഷമാക്കി അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നു. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ സേഫ് ആണ്, ഹാപ്പിയാണ്, എൻ്റെ മനസ്സിൽ സമാധാനമുണ്ട്. ഞാൻ ഓവർ തിങ്കിങ് മൂലമുള്ള ഭയത്തെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഞാൻ സേഫ് ആണ്, ഞാൻ ഹെൽത്തി ആണ്, ഞാൻ മെന്റലി ഫിസിക്കലി ഹെൽത്തിയാണ്. എൻ്റെ ഓവർ തിങ്കിങ് മൂലമുള്ള ഭയത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഐ ആം സേഫ്, ഐ ആം ഹാപ്പി, ഐ ആം ഹെൽത്തി. എൻ്റെ ഓവർ തിങ്കിങ്ങിനെ അതുമൂലമുള്ള ആങ്സൈറ്റിയെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഐ ആം ഹാപ്പി, ഐ ആം സേഫ്, ഐ ആം പോസിറ്റീവ്. ഇനി വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ കൈകൾ വെച്ചുകൊണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ ശ്വാസം വെളിയിലേക്ക് വിടാവുന്നതാണ്. ഇങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾ നിങ്ങളുടെ സുഡ് ലെവൽ എത്രയാണ് എന്ന് വീണ്ടും ഡയറിയിൽ എഴുതുക. ഈ ടാപ്പിംഗ് മെത്തേഡ് നിങ്ങൾക്ക് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, എസ്പെഷ്യലി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഉറക്കം ലഭിക്കും. നിങ്ങളുടെ ആ കോർട്ടിസോൾ ലെവൽ കുറയുമ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇത് ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ദിവസവും നിങ്ങൾ ഈ സുഡ് ലെവൽ എഴുതി വെക്കുക. ആ 21 ദിവസത്തിന് ശേഷം നിങ്ങൾ അത് കമ്പയർ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.